ന്യായപ്രമാണ വ്യവസ്ഥയനുസരിച്ച് പുരോഹിതനും ശുശ്രൂഷയായ ബലിയർപ്പണവും ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ എത്രമാത്രം വിശുദ്ധമായിരുന്നെന്നും എത്രമാത്രം കരുതലോടെ ആ ശുശ്രൂഷ നിർവഹിക്കണമെന്നും ദൈവവചനത്തിൽ നിന്ന് കാണിച്ചു തരാൻ ബൈബിൾ സഹായിക്കുകയായിരുന്നു. ഇനി ഇപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ഈ ബലിയർപ്പണം, അതായത് അതിവിശുദ്ധമായും ഭക്തി പാരമ്യമായും ഭയത്തോടും വിറയലോടും കൂടിയും ദൈവപ്രീതിക്കായി അർപ്പിക്കപ്പെട്ടിരുന്ന ഈ വക ബലികളും കാഴ്ചകളും ദൈവം ആഗ്രഹിക്കുകയോ അവയിൽ പ്രസാദിക്കുകയോ ചെയ്തില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരം ഭയഭക്തിയോടുകൂടി നിർവഹിച്ചിരുന്ന ആ ബലിയർപ്പണം ദൈവം ആഗ്രഹിക്കുകയോ അതിൽ സംപ്രീതനാകുകയോ ചെയ്തില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത്. സങ്കീർത്തനം 40-ാം അധ്യായത്തിലെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇത് വെളിപ്പെടുത്തുന്നു. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഹെബ്രായ ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസ് അത് ആനലൈസ് ചെയ്ത് അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിലെ 5 മുതൽ 9 വരെയുള്ള വാക്യം. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളിച്ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടുന്ന് ഇപ്രകാരം അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ പുസ്തകത്തിന്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇപ്രകാരം അരുളി ചെയ്തു, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമകാലത്ത് യഹൂദ പുരോഹിതന്മാരാൽ അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളിലും കാഴ്ചകളിലും ദൈവം സംപ്രീതനായില്ല, അത് ആഗ്രഹിച്ചതുപോലുമില്ല എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു ഈ യഹൂദ ജനത്തെ കൊണ്ട് ഇത്ര വലിയ ആ ശുശ്രൂഷ ചെയ്യിച്ചിരുന്നത്? വചനം വീണ്ടും ഹെബ്രായ ലേഖനത്തിൽ നിന്ന് വെളിപ്പെടുത്താൻ ദൈവം തിരുമനസ്സാക്കി. അപ്പോസ്തലനായ പൗലോസ് അത് വിവരിച്ചു തരുന്നിട്ടുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിലെ 1-ാം വാക്യം. നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ്, അവയുടെ തനി രൂപമല്ല. പ്രൈസ് ദി ലോർഡ്. നിയമം വരാനിരുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ്, അതിന്റെ തനിരൂപമല്ല. നമുക്ക് ഈ അവസരത്തിൽ ചിന്തിക്കാം, എന്തിനാണ് ന്യായപ്രമാണം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതെന്ന് നാം ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ദൈവം സ്വന്തം ജനതയായി ഒരു ജനതയെ നിയോഗിച്ചപ്പോൾ അവർക്ക് വേണ്ട പ്രത്യേകതകളെ ഒരുക്കുവാൻ വേണ്ടി അവരാരായിരിക്കണമെന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു നിയമത്താൽ അവരെ അവിടുന്ന് പാലിച്ചു. ആ നിയമത്തിന് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരാതെ അനുഷ്ഠിക്കണമെന്ന് മോശ വഴി അവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ആ നിയമത്തെ സംബന്ധിച്ച് പറയുന്നു, ദൈവം അത് ആഗ്രഹിച്ചില്ല, അതിൽ ദൈവം സംപ്രീതനായില്ല. സങ്കീർത്തനം അത് ഘോഷിക്കുമ്പോൾ അതിനെ വിവരിച്ചു തന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നു, ആ നിയമം വരാനിരുന്ന നന്മകൾക്കുള്ള നിഴൽ മാത്രമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു നിഴലും പൊരുളും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. യഹൂദന്മാര് തങ്ങൾക്ക് നീതിയായി പരിണമിക്കാൻ വേണ്ടി ചെയ്തിരുന്ന ആ ബലികളിലും കാഴ്ചകളിലും ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ എന്തിലാണ് ദൈവം പ്രസാദിച്ചത് എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് പ്രകടിപ്പിക്കാനാണ് പുതിയ നിയമത്തിലെ ഹെബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. എന്തെന്നാൽ, ഇതാ ഞാൻ വരുന്നു എന്ന് തൻ്റെ പുത്രന്റെ ശബ്ദം, നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഇതാ ഞാൻ വരുന്നു എന്ന് തൻ്റെ പുത്രന്റെ ശബ്ദം പുറപ്പെടുന്നതായിട്ട് ഹെബ്രായ ലേഖനത്തിൽ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നു.
ഇപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും പുതിയ നിയമത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിൽ വിവരിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിൽ ഒരു നിഴൽ സൂചന തന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് 3-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം അതിപ്രകാരം പറയുന്നു: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. Praise the Lord. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ആമേൻ. നമുക്കറിയാം പൊരുൾ എന്താണെന്ന്. ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റ് മരുഭൂമിയിൽ ഇസ്രായേൽക്കാർ മരിച്ചു വീണു. മോശ ദൈവതിരുസന്നിധിയിൽ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. ദൈവം മോശയോട് കൽപ്പിച്ചു, നീ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഒരു വടിയിൽ തൂക്കിയിടുക. ആ വടിയിൽ തൂക്കിയിട്ട സർപ്പത്തേക്ക് നോക്കിയവർ, സർപ്പത്തിന്റെ നേരെ നോക്കിയവർ അസുഖബാധയിൽ നിന്ന് ഒഴിവായി, അവർ സൗഖ്യം പ്രാപിച്ചു. പുതിയ നിയമത്തില് കർത്താവ് കടന്നു വന്നപ്പോൾ വ്യക്തമാക്കി തന്നൊരു കാര്യമാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രന് ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തിനാ? ഹല്ലേലൂയ. ബാക്കി വായിച്ചാൽ മനസ്സിലാകും. എന്തിനാ? തന്നിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കേണ്ടതിന്. തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. Praise the Lord. മറ്റേ ഭൗതിക ജീവന് വേണ്ടി മരുഭൂമിയിൽ പിച്ചള കൊണ്ടുണ്ടാക്കിയ ഒരു സർപ്പത്തെ വടിയിൽ മോശ തൂക്കിയിടുകയും അതിലേക്ക് നോക്കിയവരെ രക്ഷ പ്രാപിക്കുകയും ചെയ്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തില് യേശുവിന്റെ ആ വരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. പുരാതന സർപ്പമായ സാത്താൻ പർദീസായിൽ ആദി മാതാപിതാക്കളെ വഞ്ചിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ ആ മഹാവിപത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ ഇതാ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. താൻ എപ്രകാരം മരിക്കണമെന്ന് പ്രവചിക്കുകയായിരുന്നു. ഹല്ലേലൂയ. കാൽവരിയില് ഉയർത്തപ്പെട്ട യേശുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ദർശനം നമുക്കറിയാം. പഴയ നിയമത്തിലെ പല കാര്യങ്ങളിലും പുതിയ നിയമത്തിൽ സംഭവിക്കാനുള്ള ആ പൊരുളിന്റെ നിഴലുകളായിരുന്നു. ഇനിയും നമുക്കൊന്ന് വായിക്കാം. യോന 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും. Praise the Lord. Praise the Lord. യോന 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ ഉള്ളിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കടിയിൽ ആയിരിക്കും. എന്താ ഉദ്ദേശം? ആ ലക്ഷ്യം എന്താ? വചനത്തിന്റെ ലക്ഷ്യം എന്താ? യേശുക്രിസ്തുവിന്റെ പീഡാനുഭവവും മരണവും അടക്കവും പുനരുത്ഥാനവും. Praise the Lord. അതിന് ഉദാഹരണം പറഞ്ഞത് യോന 3 രാവും 3 പകലും തിമിംഗലത്തിനുള്ളിൽ കഴിഞ്ഞതുപോലെ മനുഷ്യപുത്രനും ഭൂമിക്കടിയിൽ കഴിയുമെന്നാ. Praise the Lord. അതുകൊണ്ട് നമുക്കറിയാം പഴയ നിയമകാലത്തെ പല സംഭവങ്ങളും പുതിയ നിയമകാലത്ത് സംഭവിക്കാൻ ഇരിക്കുന്ന പൊരുള് അവതരണങ്ങൾക്ക് വേണ്ടി അവര് ആ നിഴലായി അവതരിപ്പിച്ചതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്കറിയാം ഈ പഴയ നിയമത്തിന്റെ പൊരുളാണ് പുതിയ നിയമത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളും. ആമേൻ.